കൗമാര കലാവസന്തത്തിന്റെ ആവേശ കാഴ്ചകളാണ് ഇനി. കലയാട്ടം എന്ന യൂത്ത് ഫെസ്റ്റിൽ പ്രത്യേക പരിപാടിയുമായി അരുണും മേഘയും കണ്ണൂരെ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്ന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള സംപ്രേഷണത്തിലേക്ക്. നമസ്കാരം, കലയാട്ടത്തിലേക്ക് സ്വാഗതം. പ്രത്യേക പരിപാടിയാണ് ബുള്ളറ്റിൻ കലോത്സവ നഗരിയിൽ നിന്ന്, കലോത്സവ വേദിയിൽ നിന്ന്. മേഘ, എന്തൊക്കെയാ ഇതുവരെയുള്ള വിശേഷങ്ങൾ? എന്തായാലും വെയിലിന് ചൂട് കൂടിയിട്ടുണ്ട്. അരുൺ, ചൂടിന്റെ മത്സരങ്ങൾക്കും കൂടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അരുൺ, രാവിലെ തുടങ്ങിയ മത്സരങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇപ്പോൾ കുച്ചിപ്പുടി മത്സരമാണെങ്കിലും മോഹിനിയാട്ട മത്സരമാണെങ്കിലും ഒക്കെ തന്നെ രാവിലെ 9 മണിക്ക് ആരംഭിച്ച മത്സരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സ്വാലിഹ് ഉണ്ടാവും പ്രധാന വേദിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സ്വാലിഹ്, എങ്ങനെയാണ് മത്സരങ്ങൾ, ഏതൊക്കെ മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വിവിധ വേദികളിലായി? രാവിലെ തുടങ്ങിയ മത്സരങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വേദി 1-ൽ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പിടി മത്സരം നടക്കുന്നു. 18 പേരാണ്, അപ്പീൽ ഉൾപ്പെടെ 18 പേരാണ് വേദിയിലെത്താനുള്ളത്. അതുകൊണ്ട് തന്നെ മത്സരം ഇനിയും നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ്. വലിയ തിരക്ക് നമുക്കിന്ന് വേദിയിൽ കാണാൻ കഴിയുന്നു. ഒന്നാം വേദിയിൽ വലിയ തിരക്കുണ്ട്. 18 വേദികളിലും ഇന്ന് നല്ല തിരക്ക് തന്നെ ഉണ്ട്. 2 മണിയോടെ ഒപ്പന മത്സരങ്ങൾ തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ഒരു 4 മണിയെങ്കിലും, ഇന്ന് 4 മണിയോടെ തന്നെ ഒപ്പന മത്സരങ്ങൾ ഒന്നാം വേദിയിൽ എത്തുമെന്നാണ് കരുതുന്നത്. അതിനുള്ള തിരക്ക് നമുക്ക്, പ്രത്യേകിച്ച് കണ്ണൂരിലുള്ളവരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മത്സരവും കൂടിയാണ്. അതുകൊണ്ട് വലിയ തിരക്കുണ്ടാവുമെന്ന് കരുതുന്നു. പോയിന്റ് നിലയിൽ ഇപ്പോഴും കൊല്ലം, കോട്ടയം, എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ ജില്ലകൾ ഒരേ പോയിന്റുമായി 40 പോയിന്റുമായി മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ആലപ്പുഴയും കോഴിക്കോടും തൊട്ട് പുറകിലും. മലപ്പുറം 38 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. തിരുവനന്തപുരം 34 പോയിന്റാണ് ലഭിച്ചിട്ടുള്ളത്. കാസർഗോഡ്, വയനാട്, ഇടുക്കി ജില്ലകൾക്ക് 31 പോയിന്റാണ് ഇതുവരെ ഫലം അറിവായതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് വെറും മത്സരങ്ങൾ, ഔപചാരിക ചടങ്ങുകളൊന്നുമില്ലാതെ മത്സരങ്ങളും കാണികളും മാത്രമുള്ള ഒരു ദിവസം കൂടിയാണ്. 18 വേദികളിലും മത്സരം നടക്കുന്നു. ഇന്നത്തോടുകൂടെ തന്നെ ഒരു വീറും വാശിയും, പോയിന്റ് നില ഒക്കെ മാറും. അതിൻ്റെ ഒരു വീറും വാശിയും ഇന്ന് ഉണ്ടാവാനുള്ള ഇന്നത്തോടുകൂടെയാവും. തിരക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും കണ്ണൂരിൽ നൃത്ത ഇനങ്ങളാണ് ഇന്ന് കൂടുതലായി വേദികളിലുള്ളത്. അതുകൊണ്ട് വലിയ തിരക്കുള്ള ദിവസം കൂടി ആയിരിക്കും ഇന്ന് എന്നാണ് കരുതുന്നത്. മറ്റ് വേദികളിലെല്ലാം അറബിക് കലോത്സവം നടക്കുന്നിടത്ത് മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ ഇനങ്ങൾ നടക്കുന്നുണ്ട്. 18 വേദികളിലും ജനപ്രിയ ഇനങ്ങൾ തന്നെയാണ് ഇന്ന്. ഒരു പ്രത്യേകതയും ഇന്ന് ഉണ്ട്. അരുൺ, എന്തായാലും വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. മേഘ, നേരത്തെ പറഞ്ഞ പോലെ വെയിലിന് ചൂട് കൂടിയിട്ടുണ്ട്, ഒപ്പം മത്സരങ്ങൾക്കും ചൂട് കൂടുകയാണ്. രാവിലെ ഷെഡ്യൂൾ ചെയ്ത മത്സരങ്ങൾ ഒരുപക്ഷെ കൃത്യമായ സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും. അരുൺ, ബിരിയാണി ഇഷ്ടമാണോ? ബിരിയാണി കുഴപ്പമില്ല, ഇഷ്ടമാണ്. ഏറെക്കുറെ കഴിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഏത് ബിരിയാണി? തിരുവനന്തപുരത്ത് നിന്ന് ബിരിയാണി കഴിക്കുന്നതിൽ ഭേദം മണ്ണ് വാരി തിന്നുന്നത്. എന്തായാലും ഈ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. കാരണം അവിടെ തലശ്ശേരി ബിരിയാണി കൊടുക്കുന്ന ചെറിയ കടകളുണ്ട്. അരുൺ, ഏത് ജില്ലയിൽ പോയാലും നമുക്ക് തലശ്ശേരി ബിരിയാണി കിട്ടും. അപ്പോൾ കണ്ണൂർ വന്നിട്ട് കഴിച്ചോ? കണ്ണൂർ വന്നിട്ട് തലശ്ശേരി ബിരിയാണി കഴിച്ചില്ല. പക്ഷെ നമ്മുടെ റിപ്പോർട്ടർ സ്വാലിഹ് എന്തോ ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ കാര്യം പറഞ്ഞിരുന്നു. അത് വൈകിട്ട് കഴിക്കണം. അവനത് ഒരു റിപ്പോർട്ട് എടുക്കാൻ പോയിരുന്നു. വളരെ മനോഹരമായത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തലശ്ശേരി ബിരിയാണിയെ കുറിച്ച്. ഇത് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ, ഞാനീ പറഞ്ഞത് ശരിയാണ്. കാരണം ഈ തിരുവനന്തപുരത്തൊക്കെയാണ് സാധാരണ തലശ്ശേരി ബിരിയാണി ഈ ബോർഡ് വെച്ചിട്ട് അത് കൊടുക്കാറുണ്ട്. സാധാരണ അവർക്കുണ്ടാക്കാൻ അറിയാവുന്ന 2 കാര്യങ്ങൾ: ഒന്ന് ദോശയും, പിന്നെ 1 സൈഡ് ഓംലേറ്റും, പിന്നെ രസവടയും. ഇതാണ് ഇവിടുത്തെ ഡെലീഷ്യസ് ഫുഡ്. കുറ്റം പറയുന്നില്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വൈവിധ്യം ഈ മേഖലയും അവിടെയുമായി ഉണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയതാണ്. അതാണ് സ്വാലിഹ് നമുക്ക് കാട്ടിത്തന്ന തലശ്ശേരി ബിരിയാണിയിലേക്ക്. കലയ്ക്കും സാഹിത്യത്തിനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമൊപ്പം സ്വന്തമായൊരു ഭക്ഷണ സംസ്കാരവും കണ്ണൂരിലുണ്ട്. മലബാറിലെ പ്രിയപ്പെട്ട ബിരിയാണി സാക്ഷാൽ ദം ബിരിയാണിയുടെ നാട്. ഇതിൽ സ്പെഷ്യല് കെമിക്കലൊന്നും ചേർക്കുന്നില്ല, കളറില്ല, അജിനോമോട്ടയില്ല, ഒന്നുമില്ല. നാച്ചുറലായിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. കസ്റ്റമർക്കാണ് അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്നത്. കാഴ്ചയിൽ ആർഭാടമൊന്നുമില്ലെങ്കിലും രുചിയിൽ ഉപ്പുലിയാണ്. പുലിയെ അതിൻ്റെ മടയിൽ കയറി പിടിക്കണമെന്നല്ലേ? അപ്പോൾ കണ്ണൂരിലെത്തുന്നവർ മറക്കണ്ട, ഒരു ദം ബിരിയാണി കഴിച്ചേ പോകാവൂ. ക്യാമറാമാൻ ഷൈജു പിലാത്തറക്കൊപ്പം KT സ്വാലിഹ്.
ഈ ഭക്ഷണ കാര്യത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഭക്ഷണ പാനീയങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്തരാണ് ഇവിടെ ഉള്ളവരെന്നാണ് അല്ലേ മേഘ? തീർച്ചയായും അരുൺ, ഏതായാലും ഞാൻ ബിരിയാണിയുടെ ഹാങ് ഓവറിൽ നിന്ന് ഇതുവരെ അങ്ങോട്ട് മാറിയിട്ടില്ല. അത് സാറ് ഏതായാലും ഈ വെയിലിന്റെ കാഠിന്യം എന്ന് പറയുന്നത് ഭീകരമാണ്. ഓരോ ഉച്ചയാവുന്നവരൊക്കെ വൻ വെയിലാണ് ഇവിടെ കണ്ണൂരിൽ ഒക്കെ അനുഭവപ്പെടുന്നത്. ചൂടും അങ്ങനെ തന്നെ. അപ്പൊ കണ്ണൂരിൽ എത്തുന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട്, കോക്ടെയിൽ. ഇത് അരുൺ, ഇതിന്റെ പ്രത്യേകത എന്നത് കോക്ടെയിൽ. ഇതിന്റെ പ്രത്യേകത എന്നത് ഇത് കണ്ണൂരിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ അല്ല, രാത്രി 9:30 നമ്മുടെ സൂര്യരാജൻ കൊടുക്കാറുണ്ടല്ലോ കോക്ടെയിൽ. അത് വേറെ, ഇത് വേറെ. ഓക്കെ ഓക്കെ. കലോത്സവത്തിന്റെ മധുരം നുണയാനെത്തുന്നവർക്ക് പലതും കരുതി വെക്കുന്നുണ്ട് കണ്ണൂർ. രുചിച്ചു പരിചയിച്ച ജ്യൂസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗ്ലാസിൽ വിവിധ ജ്യൂസുകളുടെ രുചിക്കൂട്ടാണ് അതിലൊന്ന്. പറഞ്ഞു വരുന്നത് കണ്ണൂറുകാർ കോക്ടെയിൽ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ജ്യൂസിനെ കുറിച്ചാണ്. പപ്പായയും പൂവൻപഴവും ക്യാരറ്റും പാലും അനാറും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പുമാണ് കോക്ടെയിൽ ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ. ഇതെല്ലാം പ്രത്യേക അളവിൽ ചേർത്തൊരുക്കുമ്പോൾ കോക്ടെയിലിനും രുചിയേറും. ഒരുപാട് ഇഷ്ടമാണ്. അതാണ് ടേസ്റ്റ് വെച്ചാൽ മിക്സ്ഡ് ആയിട്ടുള്ളതായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. വിവിധ പഴങ്ങൾ ചേരുവകളായി ചേർക്കുന്നതിനാൽ ഒരേ സമയം വിവിധ പഴങ്ങളുടെ ഗുണം ശരീരത്തിന് ലഭിക്കുന്നു എന്നാണ് കോക്ടെയിലിന്റെ സവിശേഷത. വേനലിനെ വെല്ലുന്ന ഈ വറുതിക്കാലത്ത് എത്ര ജ്യൂസ് കുടിച്ചാലും ദാഹം മാറാത്തവരാണ് നമ്മളിൽ ചിലരെങ്കിലും. അങ്ങനെയുള്ളവർക്ക് ഈ കോക്ടെയിൽ പ്രിഫർ ചെയ്യുന്നു ക്യാമറാമാൻ ജിബേഷിനൊപ്പം വിനിഷ വൃന്ദാവൻ. നൊബേനിയ ഹയർ സെക്കൻഡറി സ്കൂൾ കൊച്ചിയിലെ സ്കൂളാണെന്ന് തോന്നുന്നു. കാരണം ഈ വൃന്ദവാദ്യത്തിൽ എല്ലാ വർഷവും വളരെ മനോഹരമായി പെർഫോം ചെയ്യുന്ന ഒരു കൂട്ടം കുട്ടികളാണുള്ളത്. കലോത്സവ വേദിയിലെ നിറസാന്നിധ്യമാണ് അവർ. ഇത്തവണയും അവരെത്തിയിരുന്നു. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. കണ്ടാലോ മേഘ അത്? സ്ഥിരം കലോത്സവ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി
കലയാട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായാലും മേഘ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫസർ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഈ മുതിർന്ന സീനിയർ ജേർണലിസ്റ്റുകളുമായി, അതായത് ഒരുപാട് നാൾ കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരുമായി ഒക്കെ അവർ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ കലോത്സവ മാനുവലിൻ്റെ പരിഷ്കരണത്തെക്കുറിച്ചാണ് പ്രധാനമായും അവർ ചർച്ച ചെയ്തിരുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത് പരാതികൾ ഇല്ലാത്ത, പരാതി രഹിതമായ ഒരു കലോത്സവമാണ്. പക്ഷേ അത് അങ്ങേയറ്റം ശ്രമകരമാണ്. പക്ഷേ ഇത് ഒരു വളരെ സുപ്രധാനമായ ഒരു ചുവടായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. കാരണം അപ്പീലുകൾ ഏത് ഘട്ടം വരെ എത്തണം, ഏത് ഘട്ടത്തിൽ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് ഈ മേഖലകളിലായതുകൊണ്ട് കൂടിയാണ്. അതെന്തായാലും എനിക്ക് തോന്നുന്നു പ്രധാനമായ ഒരു തീരുമാനം കൂടിയാണ് അത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗിക തലത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. കാരണം അപ്പീലുകൾ ഏത് ഘട്ടത്തിൽ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് അത് ഗൗരവതരമായ ചില ചർച്ചകൾ കൂടി വഴിവെക്കുന്നതാണ്. ഒരു പക്ഷേ അടുത്ത വർഷം മുതൽ അത് ഉണ്ടാവുകയും ചെയ്യും. ആ റിപ്പോർട്ട് നമുക്ക് കാണാം. സ്കൂൾ കലോത്സവം വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്തു വരുന്ന മാധ്യമപ്രവർത്തകരുമായാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയത്. പണക്കൊഴുപ്പ്, അപ്പീലുകൾ, ഗ്രേസ് മാർക്ക് എന്നിവ സജീവ ചർച്ചയായി. പണക്കൊഴുപ്പ് ഒഴിവാക്കി നൃത്ത ഇനങ്ങളിൽ ലളിതമായ വേഷം കൊണ്ടുവന്ന് അവതരണ ഭംഗിക്ക് പ്രാധാന്യം കൊടുക്കണം. വേദിയിൽ എന്താണ് അവതരിപ്പിച്ചതെന്ന് വിധികർത്താക്കളുമായി ആശയവിനിമയം നടത്താൻ 2 മിനിറ്റെങ്കിലും സമയം അനുവദിക്കണം. ഗ്രേസ് മാർക്ക് നൽകുന്ന പ്രവണത ഒഴിവാക്കി ഉന്നത പഠനത്തിന് വെയിറ്റേജ് നൽകുന്ന രീതി കൊണ്ടുവരണം. സ്പോർട്സ് കോട്ട പോലെ ഇത് നടപ്പാക്കാനാവും. അപ്പീലുകൾ ജില്ലാതലത്തിൽ വരെ മാത്രമാക്കി പരിമിതപ്പെടുത്തണം. വലിയൊരളവോളം വിവാദങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. തുടങ്ങി ഒട്ടേറെ നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്നു. അടുത്ത മാസം തിരുവനന്തപുരത്ത് കലാരംഗത്തെ വിദഗ്ധരെയടക്കം പങ്കെടുപ്പിച്ച് തുടർ ചർച്ചകൾ നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. വിദഗ്ധമായിട്ടുള്ള അഭിപ്രായവും അതുപോലെ തന്നെ അനുഭവത്തിൽ നിന്നുള്ള അഭിപ്രായം, ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു ഡ്രാഫ്റ്റ് മാനുവൽ ഉണ്ടാക്കി അത് 2 or 3 ശില്പശാലകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത് നിയമജ്ഞരുമായി ചർച്ച ചെയ്ത് അത് ഏറ്റവും ജനകീയമായ കലോത്സവം ഒരു മാതൃകയാണ് എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ള ഒരു മാനുവലാക്കി 2 or 3 തരത്തിലുള്ള ചർച്ചകൾ ശേഷം മാറ്റിയെടുത്ത് അടുത്ത വർഷത്തെ കലോത്സവം 58ാമത്തെ കലോത്സവം പുതിയ മാനുവലിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. കലോത്സവത്തിലെ അനാരോഗ്യകരമായ മത്സരങ്ങളും വിവാദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുകയാണ് മാനുവൽ പരിഷ്കരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, DPI KV മോഹൻകുമാർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. കലോത്സവ വേദിയിൽ നിന്നും AK ലതീഷ്. ഒരു ഇടവേള കൂടി വേണം എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും പെട്ടെന്ന് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മോഹിനിയാട്ടമാണ് എന്ന് തോന്നുന്നു. അത് കുറച്ച് ദൃശ്യങ്ങൾ കാണാം അതിന്റെ.
നമസ്കാരം. എന്തായാലും ഇത്തവണ ഒരു പ്രത്യേക പെർഫോമൻസ് കൂടിയുണ്ട്. എന്തായാലും നമ്പ്യാരെ ഓർക്കാതെ ഒരു കലോത്സവം കടന്നു പോവില്ല. ഏത് നമ്പ്യാരാ? എം.എൻ. നമ്പ്യാരല്ല, കുഞ്ചൻ നമ്പ്യാർ. അതായത് ഞാൻ ഈ പറഞ്ഞു വന്നത് ഓട്ടൻതുള്ളലിന്റെ വിവിധ വേർഷൻസ്, അതായത് പറയൻതുള്ളൽ, ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, ഇങ്ങനെ 3 വിഭാഗങ്ങളിലാണ്, അവാന്തരങ്ങളിലാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. പറയൻതുള്ളൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് മലപ്പുറം കലോത്സവത്തിലായിരുന്നു. അന്ന് നമ്മൾ പ്രേക്ഷകർക്ക് അത് വലിയ വാർത്തയായി നൽകുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ പെൺകുട്ടികൾ ഇതങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല. ആദ്യമായി ഒരു പെൺകുട്ടി അത് അവതരിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ കലോത്സവ വേദിയിൽ ആണ്, നമ്മുടെ സ്റ്റുഡിയോയിൽ നമുക്ക് വേണ്ടിയിട്ട്. അതായത് ഇതിൻ്റെ വേഷവിധാനങ്ങളൊക്കെ അത്ര വളരെ വ്യത്യസ്തമായ ദേഹമാസകലം ഭസ്മം, ചുവന്ന പട്ട്, തലയിൽ വെക്കുന്ന കിരീടം, നാനാപടം കിരീടം എന്നല്ലേ മോളെ പറയാ അതിന്? അല്ലെ എന്തായാലും സർപ്പപണം ഉള്ള കിരീടം, അങ്ങനെ വ്യത്യസ്തമാണ്. ചടുലമായ താളമാണ് അല്ലെ? പതിഞ്ഞ താളത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആദ്യമായാണ് ഇത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്, ഒരു പെൺകുട്ടി അവതരിപ്പിക്കുന്നത്. പെർഫോമൻസിലേക്ക് കൂടി പോവാം. ചെയ്തോളൂ. ജനിച്ചു പണ്ടൊരു വേടൻ വനത്തിൽ പാണ്ഡ്യകാക്യം പോൽ, തനിച്ച ശക്തിയാൽ ധീരൻ മൃഗങ്ങൾക്കൊക്കവേ കാലൻ. അവൻ ഭുജത്തിൽ ചാപവുമേന്തി ഹരിവ്യാഘ്രമൃഗത്തെയും ഗജത്തെയും കൊല ചെയ്തു വനത്തിൽ സഞ്ചരിക്കുമ്പോൾ. ഒരു കാട്ടിൽ ഒരു കോട്ടിൽ ശിവക്ഷേത്രം അവൾ കണ്ടു. തുറുമ്പി കൂടവും വീണു തകർന്നു വാതിലും നാസ്തി. തീർച്ചയായും എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു ഇത് പുളുന്തി മോക്ഷം എന്ന കഥയാണ്. വേടനും ഭാര്യയും ശിവനെ അല്ലേ, ആ കഥയല്ലേ? അതാണ് പതിഞ്ഞ താളത്തിൽ ഏറെ പ്രത്യേകതകൾ ഉള്ള ഇനം കൂടിയാണ്, യഥാർത്ഥത്തിൽ കൂടിയാണ് പരിചയപ്പെടുത്തിയത്. എന്തായാലും മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. നജീം അർഷാദിനെ കുറിച്ച് എന്തായിരുന്നു നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത്? അരുൺ, എനിക്ക് തോന്നുന്നു എല്ലാ കലോത്സവ കാലം എത്തുമ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങൾക്കും ഗായകർക്കും ഒക്കെ ഒരു വിശേഷം പങ്കുവെക്കാനുണ്ടാവും. നജീം അർഷാദ് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കലോത്സവ വിശേഷം കാണാം. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ചെറിയൊരു സങ്കടം കൂടി പറയാനുണ്ട്, അതും പ്രേക്ഷകർ കാണണം. നീലാകാശം നീരണിഞ്ഞ മിഴിയെന്ന് തോന്നിയഴകേ, ഈറൻമേഘം നീന്തി വന്ന കനവെന്നു തോന്നിയരികേ. ചെറുപ്പം തൊട്ട് കലോത്സവ വേദികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന നജീം അർഷദിന് പക്ഷേ കലോത്സവം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും തെല്ല് പേടിയാണ്. ഞാൻ ഓർക്കുവാണെങ്കിൽ എനിക്ക് മനസ്സിൽ ഇപ്പോഴും ടെൻഷനാണ്. രജിസ്റ്റർ നമ്പറൊക്കെ വിളിച്ച് സ്റ്റേജിൽ വിളിക്കുന്നതും അതൊക്കെ വലിയ ഇപ്പോഴും ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു പേടി വരുവാണ് മനസ്സിൽ. ഞാൻ 13 തവണ കലാപ്രതിഭയായിരുന്നു. അതായത് ജില്ലാ സബ് ജില്ലാ തലങ്ങൾ, അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡോട്ട് തുടങ്ങിയതാണ്. അത് +2 വരെ നീണ്ടു നിന്നിട്ടുണ്ട്. എനിക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് വന്നിട്ടും ആ പട്ടം വേറൊരാൾക്ക് കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കുറേ സന്തോഷമുള്ള ഓർമ്മകളുണ്ട്, വിഷമങ്ങളുള്ള ഓർമ്മകളുണ്ട്. പുരസ്കാരം മാത്രം ലക്ഷ്യമിട്ട് കുട്ടികളെ വാർത്തെടുക്കുന്ന രക്ഷിതാക്കളോടും അധ്യാപകരോടും നജീമിന് ചിലത് പറയാനുണ്ട്. പൈസയൊക്കെ കൊടുത്ത് സമ്മാനം വാങ്ങിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് ശരിക്കും നമ്മുടെ പാരൻസ് മക്കളെ തന്നെ ഇല്ലാതാക്കുകയാണ്, അവരുടെ കഴിവിനെ തന്നെ നശിപ്പിക്കുകയാണ്. ഒരു സമ്മാനം കിട്ടിയാലും നാളെ അവർ റിഗ്രറ്റ് ചെയ്യും, പൈസ കൊടുത്തിട്ടാണ് സമ്മാനം കിട്ടിയെന്നുള്ള മനസ്സിൽ നിൽക്കും. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ്. KM രഞ്ജിത്തിനൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. അപ്പോൾ മേഘ, കലോത്സവ വിശേഷങ്ങളിൽ നിന്ന് തൽക്കാലം കേരളത്തിൽ ഇന്ന് ഉച്ചവരെ എന്ത് സംഭവിച്ചു എന്ന പൊതു വാർത്താ ചിത്രം കൂടി നമുക്കറിയണ്ടേ? അപ്പോൾ പിന്നെ തിരികെ തിരുവനന്തപുരം ന്യൂസ് സ്റ്റുഡിയോയിലേക്ക് പോകാം.